ശരി നിതിൻ തുടരുക. മറ്റൊരു വാർത്തയിൽ കൂടി വിശദാംശങ്ങൾ വേണം. എറണാകുളം സൗത്തിൽ അനാശാസ്യ കേന്ദ്രത്തിലേക്ക് പെൺകുട്ടികളെ എത്തിച്ചിരുന്നത് ലഹരി നൽകി. കേസിലെ മുഖ്യകണ്ണി മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലി അറസ്റ്റിൽ. പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശത്താക്കിയ ശേഷം ഇവർക്ക് അക്ബർ ലഹരി നൽകിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. നിതിൻ വീണ്ടും ചേർന്ന്. നിതിൻ, ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം ഏതെല്ലാം വഴികളിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്? സൈഫുദ്ദീൻ, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ എറണാകുളം സൗത്ത് വിവിധയിടങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ ഇടപ്പള്ളി ഭാഗങ്ങളിലും ഒക്കെ തന്നെ പോലീസ് വലിയ തോതിൽ പരിശോധന നടത്തുന്നുണ്ട്. അത്തരം ഒരു പരിശോധനയിലാണ് സൗത്തിൽ ഇടപാടുകാരും നടത്തിപ്പുകാരും അടക്കം 9 പേർ പിടിയിലായത്. 2 നടത്തിപ്പുകാരും ഇടപാടുകാരനായ ഒരു മലയാളിയും 6 ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകളുമാണ് ഇന്നലെ ഈ റെയ്ഡിൽ ഇന്നലെ നടന്ന പരിശോധനയിൽ പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ രാത്രി 7 മണി മുതൽ 11:30 വരെ രാത്രി പരിശോധന നടന്നത്. അതിലാണ് ഇപ്പോൾ കൂടുതൽ വാർത്തകൾ. അതായത് ഇപ്പോൾ പിടിയിലായവരിൽ നടത്തിപ്പുകാരനായ അക്ബർ എന്നയാൾ എറണാകുളത്ത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അനാശാസ്യ കേന്ദ്രത്തിലേക്ക് പെൺകുട്ടികളെ ഇയാൾ ലഹരി നൽകിയാണ് എത്തിച്ചിരുന്നതെന്നും പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശത്താക്കിയ ശേഷമാണ് ഇവർക്ക് അക്ബർ ലഹരി നൽകിയിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ പെൺകുട്ടികളെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച ലക്ഷങ്ങളുടെ തുക ഇയാൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഇയാൾ ഇത്തരത്തിൽ കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു. 4 കേന്ദ്രങ്ങൾ കൊച്ചിയിൽ മാത്രം ഇയാൾ നടത്തിയിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഇയാൾ അക്ബർ അറസ്റ്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയിലടക്കം ഹാജരാക്കി കസ്റ്റഡി അടക്കം പോലീസ് ആവശ്യപ്പെടും. കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടവന്ത്ര പോലീസ് പോകാൻ ഒരുങ്ങുന്നത്. ശരി നിതിൻ.